ആത്മബന്ധു പ്രഭാതമായി, പ്രകാശമായി, പ്രതീക്ഷകളും പ്രത്യാശകളുമായി ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നും പ്രതീക്ഷിക്കാതെ ആനന്ദത്തോടുകൂടി ജീവിതത്തെ നേരിടാൻ പറയുമ്പോഴും ചില പ്രതീക്ഷകൾ നമുക്ക് തീർച്ചയായിട്ടും അത്ഭുതത്തെ, ആനന്ദത്തെ നൽകും. മുറ്റത്ത് ഒരു പൂവിടർന്നോ എന്നത് ഒരു പ്രതീക്ഷയായി സൂക്ഷിക്കാം. സൂര്യകിരണങ്ങൾ ഇന്നെങ്ങനെയാണ് ഭൂമിയിൽ ചിത്രം വരയ്ക്കുന്നത് എന്നത് ഒരു പ്രതീക്ഷയാണ്. ഇങ്ങനെ സുഖകരമായി ചേർത്തുവച്ച പ്രതീക്ഷകളോടെ ഈ പ്രഭാതം നമ്മളെ വിളിക്കുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുക എന്നത് ഒരു ധർമ്മമാണ്, ഒരു കർമ്മമാണ്. വെറുതെ ഉണർന്നെഴുന്നേൽക്കലല്ല, ഊർജത്തോടെ ഉണർന്നെഴുന്നേൽക്കുക, ഉത്സാഹത്തോടെ ഉണർന്നെഴുന്നേൽക്കുക. കാരണം ഈ ജീവിതത്തിൽ ഇന്നത്തേത് ഒരു വിശേഷപ്പെട്ട ദിവസമാണ് എന്ന് കുറിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈ ദിവസം വിശേഷപ്പെട്ടതാണ് എന്ന് എവിടെയാണ് കുറിച്ചു വച്ചിട്ടുണ്ടാവുക? സ്വന്തം മനസ്സിൽ കുറിച്ചു വയ്ക്കൂ. ഇന്ന് വിശേഷപ്പെട്ടതെന്തോ ഉടനെ സംഭവിക്കാൻ പോകുന്നുണ്ട്. നല്ലതായത് മാത്രം, നന്മയുള്ളത് മാത്രം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന്. അങ്ങനെ ഒരു വിചാരത്തോടു കൂടി ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രഭാതത്തിന് ഒരു പ്രകാശത്തെ പകർന്നു തരാൻ സാധിക്കും. എന്തിനേയും ഏതിനേയും സമാധാനത്തോടെ, സ്വസ്ഥതയോടുകൂടി നേരിടുക. ഇന്ന് ഈ പ്രഭാതം നമ്മളിങ്ങനെ കണ്ടില്ലായിരുന്നുവെങ്കിലോ, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഇന്ന് ഉണർന്നെഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല എങ്കിലോ അതെന്തൊരു വലിയ നഷ്ടമായിരുന്നേനെ എന്നാലോചിച്ചുകൊണ്ട് വേണം ഓരോ പ്രഭാതത്തെയും കാണാൻ. ചില ജീവിത പഠന സമ്പ്രദായങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നാളത്തെ പ്രഭാതത്തിൽ നിങ്ങൾ ഉണ്ടാകില്ല എന്ന് കരുതാൻ, നിങ്ങൾ മരിച്ചു പോയിട്ടുണ്ടാകുമെന്ന് കരുതാൻ. അങ്ങനെ നാളെ മരിക്കുകയാണ് എങ്കിൽ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും? അലസമായൊരു നിമിഷം ഇരിക്കുമോ? അയ്യോ, നാളെ ഞാൻ മരിക്കുമല്ലോ എന്നാലോചിച്ച്? അങ്ങനെയെങ്കിൽ നമ്മൾ വിഡ്ഢികളായി പോവില്ലേ? ആകെയുള്ളൊരു ദിവസം ആകെ ചലിക്കുവാനും ചിന്തിക്കുവാനും പ്രിയപ്പെട്ടവരെയൊക്കെ കാണുവാനും നല്ല വാക്കുകൾ പറയാനും ഉറക്കെ ഒന്ന് പാടുവാനും ഒരു സിനിമ കാണാനും ഒക്കെ പറ്റിയ ദിവസം ഇന്നല്ലേ ഉള്ളൂ. നാളെ മുതൽ ഇതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആലോചിച്ചാലോ? അങ്ങനെ വേണം ആലോചിക്കാൻ. നാളെ എന്ന ദിവസത്തെക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. ഒരുപക്ഷെ നമ്മൾ മരിച്ചു പോയേക്കാം, നാളെ നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോയേക്കാം. അതുകൊണ്ട് ഇന്നിനെ ആസ്വദിക്കുക, ഇന്നിനെ നന്നായി അനുഭവിക്കുക. ഓർക്കൂ, നാളത്തെ ദിവസം നമുക്കില്ല എങ്കിൽ, നാളെ നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ ഇന്ന് എന്തൊക്കെ ചെയ്യുമെന്ന് ആലോചിക്കൂ. വേഗം ആലോചിക്കൂ. കാരണം പ്രഭാതമിങ്ങെത്തി. തിരക്കുകളിലേക്ക് ഇറങ്ങി നടക്കണ്ടേ? ചിലരോടൊക്കെ നമുക്ക് ഒരു സോറി പറയാനില്ലേ? ചില പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാനില്ലേ? ആരെങ്കിലുമൊക്കെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അവരോട് ചെന്ന് ഒരു സോറി പറയാൻ ഒരു പക്ഷേ ഈ ദിവസമേ ഉള്ളൂവെങ്കിലോ? അതുപോലെ തന്നെ ഹൃദയത്തിനോട് ചേർത്ത് വെച്ച് ഒരു നന്ദി പറയാൻ ചിലപ്പോൾ ഇനി ഒരു അവസരം ഉണ്ടായില്ലെങ്കിലോ? പ്രിയപ്പെട്ട ഒരാളോട്, ജീവിതത്തിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്ത് ജീവിതത്തിൽ നമ്മളെ നന്നായി സ്നേഹിച്ച ഒരാളോട് ഒരു നന്ദി ഒന്ന് ചേർത്ത് പിടിച്ച് കാതോട് ചേർത്ത് ഒരു നന്ദി പറയാൻ ഇനിയൊരു അവസരം ഉണ്ടായില്ലെങ്കിലോ? ഇന്നാണ് ആ ദിവസം. നമുക്കിന്ന് നന്ദി പറയാം. ഇന്ന് നമുക്ക് സോറി പറയേണ്ടവരോട് സോറി പറയാം. ഇന്ന് നമുക്ക് മനസ്സ് നിറഞ്ഞ് ജീവിക്കാം. നാളുകളിലേക്കൊന്നും മാറ്റിവെക്കാതെ ആനന്ദത്തോടെ. ഇന്ന് എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ട് വ്യായാമം ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ നാളെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? ഈ ശരീരത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അവസാനത്തെ കാര്യം ഇന്നത്തെ വ്യായാമമാണെങ്കിലോ? അങ്ങനെ ആലോചിച്ചുകൊണ്ട് ചെറിയ ചെറിയ സന്തോഷങ്ങളിലൂടെ ഈ ദിവസത്തെ പ്രകാശം കൊണ്ട് നിറയ്ക്കുക. നാളെ മരിച്ചു പോകും എന്ന് കരുതി ഇന്ന് നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ കണ്ടമാനം ഭക്ഷണം കഴിക്കുക, വേണ്ടാത്തതൊക്കെ കുടിക്കുകയും കഴിക്കുകയും വലിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുക, അങ്ങനെ അല്ലാട്ടോ ഉദ്ദേശിച്ചത്.
അങ്ങനെയെങ്കിൽ ഈ ദിവസം വല്ലാതെ ഭാരത്തോടു കൂടി നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. നമുക്ക് തെളിഞ്ഞൊരു പുഴ പോലെ ആകണ്ടേ, സ്വസ്ഥരായി ആനന്ദത്തോടെ ജീവിക്കണ്ടേ, സന്തോഷത്തെ അകമഴിഞ്ഞു കാണണ്ടേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ദിവസത്തെ ഉഷാറായി ഉത്സാഹത്തോടെ നല്ലത് മാത്രം ചെയ്ത് സ്വീകരിക്കാം. നല്ലത് മാത്രം ചെയ്യുമ്പോഴല്ലേ സ്വസ്ഥത ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നൊരാളോട് സോറി പറയാം, ഇന്നൊരാളോട് മനസ്സ് നിറഞ്ഞ് താങ്ക് യു പറയാം. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാം, ഈ പ്രകൃതിയെ ആസ്വദിക്കാം. പറ്റിയാൽ എല്ലാ തിരക്കുകൾക്കും ഒടുവിൽ ഒരല്പനേരം, ഒരമണിക്കൂർ നേരം നമ്മളെ ഏറ്റവും സ്നേഹിച്ച ഒരാൾക്കൊപ്പം നമുക്ക് ചിലവഴിക്കാം. ചിലപ്പോൾ അമ്മയായിരിക്കും. അമ്മ, അച്ഛൻ, അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കുമുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ ചില ഉത്തരവാദിത്തങ്ങളോ കടമകളോ മാത്രമാണ്. നമ്മൾ നമ്മളായിരിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ജീവിച്ചിരിക്കുമ്പോഴാണ്. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്ന നിമിഷങ്ങളിൽ അവരോടൊപ്പമുള്ള സമയം വിശേഷമാക്കാം. നമ്മുടെ കുട്ടികൾ, അവർ നമ്മുടെ എത്ര വലിയ സന്തോഷമാണല്ലേ. അവരിതാ ഇപ്പോൾ വളർന്നു വലുതായി അവരുടെ ജീവിതങ്ങൾ തേടിപ്പോവും. അവരോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്ന ദിവസങ്ങൾ, നിമിഷങ്ങൾ ഒക്കെ വിലപിടിച്ചതാണ്. ഈ ദിവസം അതിനും കൂടി ഉപയോഗിക്കാം. നല്ല ചില സുഹൃത്തുക്കളില്ലേ നമുക്ക്, ഏത് ഘട്ടത്തിലും നമ്മളോടൊപ്പം നിന്നവർ. അവരോടൊപ്പം ഒരു വൈകുന്നേരം ചിലവഴിക്കാൻ ഇനി എപ്പോഴാണ് അവസരം ഉണ്ടാവുക? അത് ഇന്ന് തന്നെ ആയിക്കൊള്ളട്ടെ. ഇന്ന് ഇതെല്ലാം ചെയ്തു തീർക്കാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം നാളെ നമുക്കിതൊക്കെ ചെയ്യാം. ഇങ്ങനെ ഓരോ ദിവസവും നമുക്ക് നന്മയോടെ സ്നേഹത്തോടെ ചെയ്തു തീർക്കുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് പ്രഭാതത്തെ വരവേൽക്കാം. ആത്മബന്ധവും വെറുതെ ഇരിക്കാൻ തെല്ലും സമയമില്ല കേട്ടോ. ഒരുപാട് ചെയ്യുവാനുള്ള ദിവസമാണിന്ന്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉണർവുകൾ, ഒരുപാട് സന്തോഷങ്ങൾ നമ്മളെ കാത്തിരിക്കുകയല്ലേ. ഉണർന്നെഴുന്നേൽക്കൂ, പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലൂ. നമ്മളെ കാത്തിരിക്കുന്ന ലോകത്തോട് പറയൂ, ഇതാ ഞാൻ. ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ, ഊർജത്തോടെ, നവജീവനോടെ, ഇതാ ഞാൻ, ഇതാ ഞാൻ. ആത്മബന്ധോ ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.